വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ്. നമ്മൾ ഈ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 2 എഗ്ഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീര ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പകുതി ക്യാരറ്റ് മതി, ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒരു പകുതി ക്യാരറ്റ്, പിന്നെ ചെറിയൊരു സവോള, ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്. അത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണേ. എന്നിട്ട് ഈ മുട്ടയിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു സ്വല്പം ഉപ്പും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, ചിലർ വണ്ണം കുറയണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മളൊന്ന് കഴിച്ചിരിക്കണം. അത് ഒത്തിരി കാർബോഹൈഡ്രേറ്റ് ഒന്നും അടങ്ങാത്ത ഫുഡ് കഴിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മുട്ടയെന്നവർക്ക് പറയുമ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡല്ലേ മുട്ട. ചീര എന്ന് പറയുമ്പോൾ നല്ല ഫൈബർ, ഇത് ഫൈബർ മാത്രമല്ല, നിറച്ച് വൈറ്റമിൻസ് ആണ് ചീരക്കകത്ത്. ഇതാണേലും നല്ല വൈറ്റമിൻസും ഒക്കെ ഉള്ള നല്ല ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. പിന്നെ ഒണിയനും നമുക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്തോണേ. ഇപ്പം നോർമലായിട്ടുള്ള ഒരു എരിവിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം ഉണ്ടല്ലോ ബട്ടറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി, ഞാൻ വേണമെങ്കിൽ ഈ മുട്ടയ്ക്കകത്തോട്ട് തന്നെ ചേർത്തിട്ട് ഒന്ന് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു സ്വല്പം ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി ഒരു 2 മിനിറ്റ്സ് മതി കേട്ടോ. ഒന്ന് വഴറ്റി എടുക്കുമ്പോഴത്തേന് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കുക്കാകുകയും ചെയ്യും, നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാവേ. ഇത് ഒരു ഓംലെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വേറെ കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. അന്നേരത്തേന് അതൊന്ന് വാടി കിട്ടും, അത് മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം ഈ സവോളയും പച്ചമുളകും കൂടെ ഇതിനകത്തോട് ചേർക്കും. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ആ മുട്ടയുടെ മിക്സിൽ തന്നെ ചേർത്തിട്ട് ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം. പക്ഷേ എനിക്ക് കുറെ കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇതുപോലെ ബട്ടർ ഇതിനകത്ത് കുറച്ചൊന്ന് വഴറ്റി എടുത്തു കഴിയുമ്പോൾ ഇതൊന്ന് കുക്കാകുകയും ചെയ്യും, കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം. ചീരയ്ക്കാകുമ്പോൾ അധികം വേവില്ലല്ലോ, പെട്ടെന്ന് അത് വാടി കിട്ടുവേ. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പ്, അതായത് നമ്മൾ മുട്ടയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടല്ലേ, കുറേശ്ശെ ഇട്ടാൽ മതി. ഓംലെറ്റ് ഒക്കെ ആണെങ്കിലും വേറെ പല രീതികളിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളേ. ഇതിപ്പം ഞാൻ ഈ ക്യാരറ്റും ചീരയും ഒക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ വൈറ്റമിൻസും ഉണ്ട്. അപ്പം അത് കാരണം നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ വേണമല്ലോ. അല്ലാതെ നമ്മൾ വെറുതെ പട്ടിണി കിടന്ന ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പിന്നെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അധികം ഷുഗർ കഴിക്കാതിരിക്കുക, ഷുഗർ കട്ട് അത്യാവശ്യം കേട്ടോ ഡയറ്റിന്. ഇനി നമുക്ക് ആ ചീരയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ചീര പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ, ഇത് കൂടുതൽ തോന്നുന്നേ ഉള്ളൂ, പെട്ടെന്ന് വാടി കിട്ടും. ബട്ടർ നല്ലതാണോ എന്നിങ്ങനെ ആലോചിക്കും ഡയറ്റ് എടുക്കുന്നവരല്ലേ. നമ്മുടെ ഓയിലിനെക്കാട്ടി നല്ലതാണ് ബട്ടർ എന്നാണ് പൊതുവെ ഡോക്ടേഴ്സ് വരെ പറയുന്നത്. അങ്ങനെയാണ്, കുറേ കൂടെ നല്ലൊരു ഫാറ്റാണ് ബട്ടർ. ശരിക്കും പറഞ്ഞാൽ ഈ ചീരയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കിപ്പം തോരൻ വെച്ച് തന്നെ എപ്പോഴും കഴിക്കാനൊക്കെ ഒരു മടുപ്പ് വരുവാണ്, ഇതുപോലെ ഓംലെറ്റ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കണേ. ചീരയൊക്കെ ഭയങ്കര നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. അപ്പോൾ കഴിയുന്നതും എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് ചീര കഴിക്കണമെന്നാണ് പറയുന്നത്. നല്ല ഫൈബറും വൈറ്റമിൻസും എല്ലാം ചേർന്നതല്ലേ, നല്ല അയൺ കണ്ടന്റ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ അനീമിക് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ വെജിറ്റബിളിന് ഉപ്പ് ഉണ്ടോ എന്നൊന്ന് നോക്കിയേക്കണേ. കാരണം ഞാൻ ഉപ്പ് എപ്പോഴും പേടിച്ചാണ് ഇടുന്നത്. കാരണം ഉപ്പ് കൂടിപ്പോയാൽ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാധനം, ഉപ്പ് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ചിലർക്ക് പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടിയൊക്കെ നിൽക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഉപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഇടുന്നത്. എന്നാലും ചില സമയമൊക്കെ ഇതങ്ങ് ഇച്ചിരി കൂടിയൊക്കെ പോകും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ മുട്ട, കുരുമുളക്, ഉപ്പ് മിക്സ് ചെയ്തേക്കുന്നതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കണേ. ഫുഡൊന്നും വേസ്റ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്, നമ്മുടെ അമ്മമാരങ്ങനല്ലേ പറയുന്നത്. ഈ എഗ്ഗ് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കണേ സ്പൂൺ കൊണ്ട്.
ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ. സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിം മതി. അപ്പോഴത്തേന് അത് ചെറുതായിട്ട് ഇങ്ങനെ കിടന്ന് കുക്കായി വരും. നമ്മുടെ ഈ എഗ്ഗ് ഇവിടെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഞാനത് കുറച്ച് നേരം സിമ്മിലാണ് വെച്ചിരുന്നത്, കാരണം നല്ല പെട്ടെന്ന് കരിഞ്ഞു പോയി. ഇനി നമ്മൾ ശ്രദ്ധിച്ച് തിരിച്ചിടുക. സിമ്മിൽ വെച്ചിരുന്നാൽ മതി ഇനിയെ. എന്നിട്ട് അങ്ങനെ കിടന്നത് ഉരിഞ്ഞു വരും. 2 മിനിറ്റ് ഇങ്ങനെ സിമ്മിൽ വെച്ച് കഴിയുമ്പോഴത്തേന് ആ വെജിറ്റബിളും എഗ്ഗും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആവുകയെ. നമ്മൾ ആ ബട്ടറിനകത്തൊന്ന് വഴറ്റുന്ന കാരണം ആ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് കുക്ക് ആയിക്കോളും കേട്ടോ. അല്ലാതെ നമ്മൾ ഈ മുട്ടയ്ക്കകത്തോട്ട് ഇത് അരിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ആ വെജിറ്റബിൾ അത്രയ്ക്ക് അങ്ങോട്ട് കുക്കാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ബട്ടർ കുറച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഓംലെറ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ രാവിലെ കഴിച്ചില്ലെങ്കിലും ഇതുപോലെ 2 മുട്ട എടുത്ത് കുറച്ച് വെജിറ്റബിളും ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചാണ്ടല്ലോ നമ്മുടെ വയറ് ഫില്ലാകുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടാണ്. ഇതൊട്ടും കാർബോഹൈഡ്രേറ്റ് ഇതിനകത്തില്ലല്ലോ. ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്യുകയും ചെയ്യണം. അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വേറൊരു ടൈപ്പ് ഓംലെറ്റ് ഉണ്ടാക്കും. അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൊമാറ്റോയും കൂടെ ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇതിനകത്ത് ഞാനിപ്പോൾ ടൊമാറ്റോ ഒന്നും ഇട്ടിട്ടില്ല. ആ ഒരു ഓംലെറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് എൻ്റെ മോൻ ഇങ്ങനെ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഓംലെറ്റാണ്. അതെ, ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് ഞാൻ 2 മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് നിർത്തിയേക്കാവേ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാവണേ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.